ചെയ്യാം. ഇന്ന് രാത്രി കേൾക്കണമേ, വിശുദ്ധരെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം കടന്നു വരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പാപികൾക്ക് വേണ്ടി വന്നവനായ യേശു പാപം കൂടാത്തവർക്കായി വീണ്ടും പ്രത്യക്ഷനാകും. അന്ന് പാപികൾക്ക് വേണ്ടി വന്നവനായ യേശു അവൻ പാപം കൂടാത്തവർക്ക് അവൻ വീണ്ടും പ്രത്യക്ഷനാകും. കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ച് ആത്മാവിൽ നടക്കുന്നവരെ ചേർപ്പാൻ യേശു വരുന്നു. ഒരുങ്ങിയിരിക്കുന്നവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ജയിച്ചവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കർത്താവ് കടന്നു വരുന്നു. ആറാമതായി ശുശ്രൂഷ തികച്ചവരെ ചേർപ്പാൻ യേശു കർത്താവ് വേഗം വരുന്നു. ശുശ്രൂഷ തികച്ചവരെ ചേർപ്പാൻ യേശു കർത്താവ് സ്തോത്രം വേഗം വരുന്നു. 17-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 18-ാമത്തെ വയസ്സ് മുതൽ സുവിശേഷം പറഞ്ഞു തുടങ്ങി. സ്തോത്രം എങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ല സുവിശേഷ വേല. ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യേണ്ടതാണ് ശുശ്രൂഷ. സ്തോത്രം അതേ പറയട്ടെ. ശുശ്രൂഷ തികയ്ക്കുന്നവരെ ചേർപ്പാൻ യേശു വേഗം വരുന്നു. മേടമേൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെത്തുന്നതല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്, തിരിഹിതം നിവർത്തിക്കുന്നതാണ് ശുശ്രൂഷ. എത്ര പേർക്ക് മനസ്സിലായി? വരുന്ന ജനത്തിന്റെ നീളവും വീതിയും എടുത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് അതേ പേരെടുക്കുന്നതിന്റെ പേരല്ല ശുശ്രൂഷ. ചിലപ്പോൾ ഒരുവനോട് ട്രാക്ട് കൊടുക്കുന്നതായിരിക്കും, ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തിനു വേണ്ടിയാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ആ ശുശ്രൂഷ ഉത്സാഹത്തോടെ ചെയ്താട്ടെ. മനുഷ്യന്റെ മുൻപിൽ നമുക്ക് ആള് കളിക്കാം, മനുഷ്യന്റെ മുൻപിൽ ഞാൻ വലിയവനാണ് സൂപ്പർ സ്റ്റാർ എന്ന് കാണിക്കാം. പക്ഷേ ദൈവമാണ് ഓരോരുത്തർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് മാർഗിടുന്നത്. സഹോദരി സഹോദരന്മാരെ, നമ്മൾ നടന്ന ദിവസങ്ങൾ കഴിഞ്ഞു. ഉത്സാഹത്തോടെ ഓടുന്ന ദിവസങ്ങളായിരിക്കട്ടെ. നിന്റെ ശുശ്രൂഷ തികച്ച് തല കുനിച്ചല്ല, ദൈവസിംഹാസനത്തിന് മുൻപിൽ തല ഉയർത്തി നമുക്ക് നിൽക്കാം. ശുശ്രൂഷ തികച്ചവരെ ചേർപ്പം യേശു കർത്താവ് വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ 2 സാക്ഷികൾ ഇതാ യെരുശലേമിൽ നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സഭ ഭൂമിയിൽ ഇല്ല. അതിനു മുമ്പ് സഭ എടുത്തുകൊള്ളപ്പെട്ടു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സഭ ഉൾപ്രാപണത്തിൽ സഭ പോയി. പക്ഷേ 2 സാക്ഷികൾ വരുന്നു. മിക്കവാറും തിയോളജിയന്മാർ ഈ പ്രകാരം പറയും, ഒന്ന് ഏലിയാവും മറ്റൊന്ന് മിക്കവാറും ഹാനോക്കും ആയിരിക്കാനാണ് സാധ്യത. സ്തോത്രം. തിരുവചനം പറയുന്നു, അതേ ലോകം മുഴുവൻ അവരെ കാണും. 1965 വരെ അത് അസാധ്യമെന്നാണ് എല്ലാവരും കരുതിയത്. 1965 വരെ അവരിങ്ങനെ ചിന്തിച്ചു, യെരുശലേമിൽ 2 പേർ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് അത്ഭുത അടയാളങ്ങളാൽ അവർ സ്തോത്രം രാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അതേ ആകാശത്ത് നിന്ന് തീയിറക്കും, അത്ഭുത അടയാളങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ലോകം മുഴുവൻ കാണുന്നത്? ലോകം മുഴുവൻ എങ്ങനെയാണ് അന്ന് കാണാൻ കഴിയുന്നത്? അസാധ്യം. പക്ഷെ 1965 ശേഷം അത് സാധ്യമെന്ന് ഇന്ന് ലോകത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ന്യൂയോർക്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ലൈവായി നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന് നമ്മൾ കാണുകയാണ്. ഡൽഹിയിൽ സ്തോത്രം നമ്മുടെ പ്രധാനമന്ത്രി അതേ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മുടെ ലിവിംഗ് റൂമിൽ ഇരുന്ന് നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ യെരുശലേമിൽ 2 സാക്ഷികൾ എഴുന്നേറ്റ് നിന്ന് അവർ ശുശ്രൂഷിക്കുന്നു. അന്ന് എതിർ ക്രിസ്തു ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കും. അന്ന് എതിർ ക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്നവനായിരിക്കും. അന്ന് എതിർ ക്രിസ്തുവിന്റെ കയ്യിലാണ് എല്ലാ തോക്കും, എല്ലാ ബോംബും, എല്ലാ മിസൈലും, എല്ലാ യുദ്ധോപകരണങ്ങളും ഉള്ളത്. പക്ഷേ എതിർ ക്രിസ്തുവിനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ 2 സാക്ഷികളെ തടയുവാൻ എതിർ ക്രിസ്തുവിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ശത്രു എത്ര പ്രബലനെങ്കിലും എത്ര ഉന്നതനെങ്കിലും സ്തോത്രം കൃപയിൽ നീ നിൽക്കുന്നെങ്കിൽ നിന്നെ തൊടുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ തടയുവാൻ അവർക്ക് കഴിയത്തില്ല. സ്തോത്രം. 2 പേർ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. 2 സെഷനല്ല, രാവിലെയും വൈകിട്ടും ഒരു ദിവസം 2 സെഷനല്ല അവർ ശുശ്രൂഷിക്കുന്നത്. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല. തിരുവചനം പറയുന്നു 42 മാസം, മീനിങ് 3.5 വർഷം അവർ നിന്ന് ശുശ്രൂഷിക്കുകയാണ്. ഓ അന്തിക്രിസ്തുവിന്, എതിർ ക്രിസ്തുവിന് തലവേദന കൊടുക്കത്തക്ക നിലയിൽ 3.5 വർഷം അവർ ശുശ്രൂഷിക്കുകയാണ്. ഇങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ശുശ്രൂഷ കാലം തികഞ്ഞപ്പോൾ, ഒരിക്കൽ കൂടെ, അവിടെ ശുശ്രൂഷ കാലം
തികഞ്ഞപ്പോൾ, ഒരിക്കൽ കൂടെ അവിടെ ശുശ്രൂഷ കാലം തികഞ്ഞപ്പോഴാണ് ആഴത്തിൽ നിന്ന് കയറി വന്ന ആ മൃഗം അവരെ കൊന്നുകളഞ്ഞത്. ശ്രദ്ധയ്ക്ക്, അവർക്കൊരു ശുശ്രൂഷ കാലമുണ്ട്, അവർക്കൊരു ശുശ്രൂഷ സമയമുണ്ട്. അവർക്കൊരു ശുശ്രൂഷ കാലം നൽകിയത് ലോക്കൽ കമ്മിറ്റിയല്ല, അവർക്കൊരു ശുശ്രൂഷ കാലം നൽകിയത് ഏതോ മനുഷ്യനോ ഏതോ പാർലമെന്റോ അല്ല. കാലങ്ങളെ നിർമ്മിച്ചവൻ അവർക്കൊരു ശുശ്രൂഷ കാലം നൽകിയിരുന്നു. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കാലങ്ങളെ നിർമ്മിച്ചവൻ അവർക്കൊരു ശുശ്രൂഷ കാലം നൽകിയിരുന്നു. ആ ശുശ്രൂഷ തികയ്ക്കുന്നത് വരെ അവരെ തടുക്കുവാൻ എതിർ ക്രിസ്തുവിന് കഴിഞ്ഞതേ ഇല്ല. അവിടെ ശുശ്രൂഷ കാലം കഴിഞ്ഞപ്പോൾ അവരെ കൊന്നുകളഞ്ഞു. 3.5 ദിവസം അവരുടെ ശവം യെരുശലേമിൽ കിടന്നു. പക്ഷെ പെട്ടെന്നൊരു ശബ്ദം കേട്ടു, ഇവിടെ കയറി വരുവിൻ. ആ ശബ്ദത്തിന് മുൻപിൽ CNN, BBC, ABC, NBC, ഏഷ്യാനെറ്റ്, ചാനൽ 24, മലയാള മനോരമ, എല്ലാ TV ചാനലിലൂടെ ജനകോടികൾ നോക്കിയിരിക്കെ മരിച്ചു കിടക്കുന്നതായ 2 പേർ പെട്ടെന്ന് എഴുന്നേറ്റു, കാലൂന്നി നിവർന്നു നിന്നു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അർത്ഥം ദൂതിതാണ്, ശുശ്രൂഷ തികച്ചവർക്ക് ഉൾപ്രാപണമുണ്ട്. ശുശ്രൂഷ തികച്ചവർക്ക് ഉൾപ്രാപണമുണ്ട്. വില്യം കേരി, ഹഡ്സൺ ടൈലർ, ഡേവിഡ് ലിവിൻസ്റ്റൺ, DGS ദിനകരൻ, ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. ശുശ്രൂഷ തികച്ചവർ കർത്താവിന്റെ സിംഹാസനത്തിൽ തല ഉയർത്തി നിൽക്കും. ശുശ്രൂഷകരെ നീ എന്തായിരിക്കും? ശുശ്രൂഷകരെ നീ എന്തായിരിക്കും? അന്ന് നമുക്കും പറയണം, ഞാൻ ഒറ്റയ്ക്ക് വന്നു എന്നല്ല, ഇതാ ഞാനും എനിക്ക് തന്ന മക്കള്, ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ നിർത്തരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ നടക്കുന്നവനെ ചേർപ്പാൻ യേശു വേഗം വരുന്നു. ഒരുങ്ങിയിരിക്കുന്നവനെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ജയിച്ചവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. വിശുദ്ധിയിൽ നിൽക്കുന്നവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ശുശ്രൂഷ തികച്ചവരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. 7ാമതായി, അവസാനമായി, ആ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. 7ാമത്തെ ഉൾപ്രാവണം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം, അതുപോലെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം. അവിടെ ഇതാ ഒരു കൂട്ടർക്ക് ഉൾപ്രാപണമുണ്ട്. ദ ട്രിബുലേഷൻ സെയിൻസ്, മഹാപീഠകാലത്ത് ഉള്ളതായ ജനം, മഹാപീഠകാലത്ത് ഉള്ളതായ ജനം, മഹാപീഠകാലത്ത് സ്തോത്രം ഉള്ളതായ ഒരു കൂട്ടം ജനം, അവർക്കൊരു ഉൾപ്രാപണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. മഹാപീഠകാലം വല്ലാത്ത കാലം. സ്തോത്രം. മഹാപീഠകാലം എന്ന് പറയുന്നത് എൻ്റെ വാക്കുകൾക്ക് പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത, നിങ്ങളുടെ എള്ളുവിള ബുദ്ധിക്ക് ഒരുപക്ഷെ എത്തിപ്പിടിപ്പാൻ കഴിയാത്ത വല്ലാത്ത കാലമായിരിക്കും മഹാപീഠകാലം. കാരണം അതിനു മുൻപ് യേശു കർത്താവ് കടന്നു വരും. സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ അപ്പച്ചന്മാർ, ക്രിസ്തുവിൽ മരിച്ച നമ്മുടെ അമ്മച്ചിമാർ, ക്രിസ്തുവിൽ മരിച്ച ദൈവദാസന്മാർ, ദൈവദാസിമാർ, അവർ ഉയർക്കും. അപ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. അവിടെ വയസ്സായ ശരീരത്തിലല്ല നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. എൻ്റെ പിതാവ് 86-ാമത്തെ വയസ്സിലാണ് 2.5 വർഷം മുമ്പ് നിത്യതയിൽ ചേർക്കപ്പെട്ടത്. സ്തോത്രം. അദ്ദേഹത്തെ ഞാൻ വീണ്ടും കാണും. ഹൃദ്രോഗമുള്ള ശരീരത്തിലല്ല, സ്ട്രോക്ക് വന്ന മുഖത്തിലല്ല ഞാൻ കാണുന്നത്. 33.5 വർഷക്കാലം, 33.5 വയസ്സിൽ യേശു എങ്ങനെയാണോ ഉയർത്തെഴുന്നേറ്റത്, അവൻ ഇരിക്കുന്നത് പോലെ, മീനിങ് യേശു കർത്താവ് ഇരിക്കുന്നത് പോലെ ആ തേജസ്സിന്റെ ശരീരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കാഹളം ധ്വനിക്കും. ഈ മധ്യാകാശത്തിൽ ഒരു ശബ്ദം കേൾപ്പാൻ പോകുന്നു. ഹെലികോപ്റ്റർ പറക്കുന്ന ശബ്ദമല്ല, റോക്കറ്റ് പൊങ്ങുന്ന ശബ്ദമല്ല, വിമാനം അതേ പറന്നുയർന്ന ശബ്ദമല്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തിലും ദൈവത്തിന്റെ കാഹളധ്വനിയിലും അതേ ഇറങ്ങി വന്ന് സ്വർഗത്തിന്റെ ഉമ്മറത്തിറങ്ങി നിന്ന് ഇപ്രകാരം പറയും, come up here, ഇവിടെ കയറി വരുവീൻ. യേശു കർത്താവ് തന്റെ സഭയെ ചേർപ്പാൻ അവൻ വേഗം കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകും. സ്തോത്രം. അതേ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള 100 കണക്കിന്, 1000 ജനം പൂമ്പാറ്റകളെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പറന്നു പോകുവാൻ വേണ്ടി പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. ഇന്ത്യയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഈ പുസ്തകത്തിലുള്ള യേശുവിനെ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന ജനം എടുത്തുകൊള്ളപ്പെടുവാൻ വേണ്ടി പോകുന്നു. അവിടെ യോഗ്യത ആത്മാവിൽ നടക്കുന്നവരാണ്, അവർ ഒരുങ്ങിയിരിക്കുന്നവരാണ്, അവർ ജയിച്ചവരാണ്, അവർ കാത്തിരിക്കുന്നവരാണ്, അവർ വിശുദ്ധരാണ്, അവർ ശുശ്രൂഷ തികച്ചവരാണ്. ആരും മിണ്ടുന്നില്ല പാസ്റ്ററേ, ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ പോവാം. അവർ ആത്മാവിൽ നടക്കുന്നവരാണ്, അവർ
അവർ ഒരുങ്ങിയിരിക്കുന്നവരാണ്, അവർ കാത്തിരിക്കുന്നവരാണ്, അവർ ജയിച്ചവരാണ്, അവർ അവർ സ്തോത്രം അതെ വിശുദ്ധരാണ്, അവർ ശുശ്രൂഷ തികച്ചവരാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ പരിശുദ്ധാത്മാവിൽ പ്രതികരിച്ചിരുന്നാട്ടെ. അവർ ആത്മാവിൽ നടക്കുന്നവരാണ്, അവർ ഒരുങ്ങിയിരിക്കുന്നവരാണ്, അവര് സ്തോത്രം അതെ കാത്തിരിക്കുന്നവരാണ്, അവർ ജയിച്ചവരാണ്, അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ്. തീർന്നില്ല, അവർ ശുശ്രൂഷ തികയ്ക്കുന്നവരാണ്. ഒരു കള്ളനെ പോലെ സ്തോത്രം യേശു കർത്താവ് കടന്നു വന്ന് അതേ ഇവിടെ കയറി വരുമെന്നുള്ള ശബ്ദത്തിങ്കിൽ ലക്ഷക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് കാണാതെയാകും. സ്തോത്രം അതേ പിന്മാറ്റത്തിലായിരിക്കുന്ന വീട്ടുകാർ രാവിലെ ഉറക്കെഴുന്നേറ്റ് നോക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭാര്യയെ കാണുന്നില്ല, സ്തോത്രം ആരാധിക്കുന്ന മക്കളെ കാണുന്നില്ല. അവർ വീട്ടിൽ ഇങ്ങനെ വിളിച്ചു നടക്കണ്ടേ, നീ എവിടെ സ്തോത്രം അതേ ശബ്ദം കേൾക്കത്തില്ല. അയൽവാസികളുടെ അടുക്കലേക്ക് പോയി ചോദിക്കും, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ വന്നോ? അവർ കാണത്തില്ല. സ്തോത്രം അതെ. അപ്പോ അറിയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രാർത്ഥിച്ചും ആരാധിച്ചും കർത്താവിനെ സേവിച്ചെന്നുള്ള ഒത്തിരി പേരെ കാണാതെയായി. ചർച്ചിൽ ചെന്ന് നോക്കുമ്പോൾ സ്തോത്രം കൃപയെ നിൽക്കുന്ന പാസ്റ്റർമാരെ ആരും കാണത്തില്ല. സ്തോത്രം അതെ, അവരും പോയിരിക്കുന്നു. ഉടനെ ഫോൺ എടുത്ത് വിളിച്ചു ചോദിക്കും, സ്തോത്രം എവിടെ? ഫോൺ എടുത്ത് വിളിക്കുമ്പോഴേക്കും ലോകത്തിൽ മാനവ ചരിത്രം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ടെലിഫോൺ ജാം ആ ദിവസമായിരിക്കും. കാരണം കോടിക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ കാണാതെയായി. സ്തോത്രം ഇന്ന് രാത്രി കേൾക്കണമേ, കോടിക്കണക്കിന് ജനം ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെയുള്ള ദേശങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ജനം കാണാതെയാകുവാൻ വേണ്ടി പോകുന്നു. ജനം ഫോൺ ചെയ്ത് നോക്കും, ഒരു ദിവസം ഒന്നാമത്തെ ദിവസം ലൈൻ പോകുന്നില്ല, 2-3 ദിവസം കഴിയുമ്പോൾ സ്തോത്രം അവസാനം ആ കമ്പ്യൂട്ടർ ഇപ്രകാരം പറയും, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. പിന്നെ ഇനി ഒരിക്കലും അവർ പ്രതികരിക്കത്തില്ല. അവർ പോയി. രാത്രിയില്ലാത്ത, ശാപമില്ലാത്ത, അന്ധകാരമില്ലാത്ത, സാത്താനില്ലാത്ത, കണ്ണുനീരില്ലാത്ത, സമുദ്രമില്ലാത്തതായ, ഫേസ്ബുക്ക് ഇല്ലാത്ത, വാട്സപ്പ് ഇല്ലാത്ത ഒരു ദേശത്തിൽ അവർ പോയി പിന്നെ ഒരിക്കലും അവർ മടങ്ങി വരത്തില്ല. യേശുവിന്റെ നാമത്തിൽ കൈവിടപ്പെടല്. ഇന്ന് രാത്രി ദൈവകൃപയാൽ വളരെ താഴ്മയോടെ ഇത്രയും നേരമെടുത്ത് ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറഞ്ഞത് ഈ ഗ്രൗണ്ടിലായിരിക്കുന്നത് പോലെ നിത്യതയിൽ മധ്യാകാശത്തിൽ നാം ഒരുമിച്ച് കാണണം. കൈവിടപ്പെടല്. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്നു, അതേ ബ്രദർ, ഞാൻ കൈവിടപ്പെടുവാൻ പാടില്ല. അങ്ങനെ പറയുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്. യെസ്, ഞാൻ കൈവിടപ്പെടാൻ പാടില്ല. നീ പെന്തിക്കോസിൽ ജനിച്ച് പെന്തിക്കോസിൽ വളർത്തപ്പെട്ട ഒരു കുട്ടിയായി